ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ രാവിലത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു രസം വെക്കാമെന്ന് വിചാരിച്ചു. വലിയ എല്ലാവരും വെക്കുന്ന രീതിയിലുള്ള രസമൊന്നുമല്ല, എളുപ്പത്തിൽ എന്നാൽ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ട്, നിങ്ങളൊക്കെ വെച്ച് നോക്കുക, അപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്നറിയാം. അപ്പോൾ പുളി എടുക്കുക, പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിടുക. നമ്മുടെ ആവശ്യത്തിന് പുളി തോനെ വേണ്ടവർക്ക് പുളി തോനെ എടുക്കാം, നമുക്കൊക്കെ കുറച്ച് പുളി മതി. അത് വെള്ളത്തിലിടുക. രസ പൗഡർ ഇട്ടാണ് ഞാൻ വെക്കുന്നത്. രസ പൗഡർ ഇല്ലെങ്കിലും നമുക്ക് വെക്കാം. കുറച്ച് മുളക് പൊടിയല്ല, മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പേരിന് മതി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും, എരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും, ഇതെല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെക്കുക. ഉപ്പ് ഇട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഇപ്പോൾ രസ പൗഡർ ഇട്ടതുകൊണ്ട് ഞാൻ പൊടിയൊക്കെ പിന്നെ കുറച്ച് ഇച്ചിരിയും കൂടി ചേർത്ത്, മറ്റേ നമ്മൾ പൊടി ഇല്ലാത്തപ്പം, അതായത് രസ പൗഡർ ഇല്ലാത്തപ്പം നമ്മൾ പൊടി അതിനനുസരിച്ച് ചേർക്കണം, ഉള്ളപ്പം അതിനനുസരിച്ച് ചേർക്കുക. അതൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ സാമ്പാർ പൊടി ആയാലും ചേർക്കുക, കുറച്ച് സാമ്പാറിന് കുറച്ച് പൊടിയും കൂടെ എക്സ്ട്രാ ചേർക്കുമല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ കലക്കി വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചട്ടി എടുക്കുക. വെളുത്തുള്ളി, വറ്റൽമുളക് ഇത് ആ ജാറിനകത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതായത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. എൻ്റെ ഇച്ചിരി അരഞ്ഞു പോയി, ജസ്റ്റ് ഒന്ന് പൊട്ടിയാൽ മതി. എന്നിട്ട് ചട്ടി അടുപ്പി വെച്ചിട്ട്, രസം വെക്കാനുള്ള ചട്ടി എടുത്ത് അടുപ്പി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട്, നമുക്കിവിടെ ഉലുവ ഇട്ട് പൊട്ടിക്കുക, കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് വറുക്കത്തില്ലേ, അതുപോലെ കടുക് വറുക്കുക. അപ്പം കുറച്ച് ഉള്ളി തോനെയും ചേർക്കണം. സാധാ കടുക് വറുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഉള്ളി തോനെയും ചേർക്കുക. ഉള്ളി നമ്മൾ ആവശ്യത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഇത്ര ഉള്ളിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കായ ഇടുന്നത്, അപ്പോൾ അത് വെളിച്ചെണ്ണയിലോട്ട് ഇടുക. അന്നേരം അത് ഈ കിടന്ന് ഇതായിക്കോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജാറിൽ അരച്ച് വെച്ചേക്കുന്നത് ഇട്ട് വഴറ്റി എടുക്കുക. വഴറ്റി എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ വെള്ളം എടുത്ത് നല്ലതുപോലെ ഞെഴുതിയിട്ട് അത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ഈ എല്ലാം കൂടെ നല്ലതുപോലെ കൈയിട്ട് ഞെഴുതി എടുക്കുക. നല്ലതുപോലെ വഴറ്റിയിട്ട് നല്ലതുപോലെ ഞെവിടി വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോൾ ഇറക്കുക. നിങ്ങൾ ഒരു വട്ടമെങ്കിലും വെച്ച് നോക്കുക. ഇനി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, അപ്പമാണ് കേട്ടോ. മോനിക്ക് ഇന്ന് എക്സാം, അപ്പോൾ വൈകിട്ട് വരെ ഉണ്ട്. അപ്പം അവന് കൊടുത്തു വിടാനാണ് രസമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഒരുപാട് പോരായ്മകളുണ്ട് എൻ്റെ വീഡിയോയിൽ കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക.